പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. എന്നാൽ പുസ്തകങ്ങൾ വായിക്കുവാൻ സമയമില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്സ് കേൾക്കുക. അതും മലയാളത്തിൽ ഓഡിയോ ബുക്സ് എന്ന് പറയുന്നത് വളരെ റെയറാണ്. മലയാളത്തിൽ വളരെ അപൂർവമായി ലഭിക്കുന്ന ചില പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്സ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, മോഡൽസ് എന്ന പുസ്തകം. നിങ്ങൾ പ്രണയത്തിന്റെ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകളുമായി സൗഹൃദം സൃഷ്ടിക്കുന്നതിലാകട്ടെ ഇതിലെല്ലാം ഫെയിൽ ആകുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് മോഡൽസ് എന്ന പുസ്തകം. ഇതുകൂടാതെ ഒരു പുതിയ ശീലം ആരംഭിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ് മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകം. നമ്മൾ പുതിയ ശീലങ്ങൾ ആരംഭിക്കാത്തതിന്റെ കാരണം നമ്മൾ അത് പൂർത്തിയാക്കില്ല എന്ന് പേടിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ നിത്യവും ചെയ്യുന്ന ചില ശീലങ്ങളുടെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് പുതിയ ശീലങ്ങൾ രൂപവൽക്കരിക്കുന്നതിനെ കുറിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് അവതരിപ്പിക്കുന്ന മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകമാണ് അടുത്ത പുസ്തകം. അതുപോലെ തന്നെ ബിസിനസ് സംരംഭകർക്ക് ഇടയിലെ ഒരു നക്ഷത്രമായി നിങ്ങൾക്ക് തിളങ്ങണമെങ്കിൽ, പുതിയൊരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിച്ച ഒരു ബിസിനസിനെ മെച്ചപ്പെടുത്തിയെടുക്കണമെങ്കിൽ അതിനെല്ലാം നിങ്ങളെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ട് ഒരു പുസ്തകമാണ് 0 to 1 എന്ന പുസ്തകം. ഈ 3 ബുക്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 615 രൂപയായിരിക്കും അതിന് ചെലവ് വരിക. എന്നാൽ ഇപ്പോൾ നമ്മളുടെ ടൈം ഫോർ ഗ്രേറ്റ്നെസ് ആപ്ലിക്കേഷനിലൂടെ ഈ 3 ഓഡിയോ ബുക്സിനെയും ചേർത്ത് ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് നൽകുകയാണ്. ഈ 3 ബുക്സ് ഒരുമിച്ച് നിങ്ങൾ കോംബോ ഓഫറിലൂടെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വെറും 499 രൂപ മാത്രമാണ് ചെലവാകുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം ഫോർ ഗ്രേറ്റ്നെസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ 3 ബുക്സും നിങ്ങൾ പർച്ചേസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. പലപ്പോഴും ആളുകൾ പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ഗ്രൂമിംഗ്, അവരുടെ ഡ്രസ്സിംഗ് സെൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നതിനെ പറ്റിയൊക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പേഴ്സണാലിറ്റി എന്നത് പറയുന്നത് ഇത് മാത്രമല്ല. ആ വ്യക്തിയുടെ കോഗ്നിഷൻ, ബിഹേവിയറൽ പാറ്റേൺ, ഇമോഷൻസ് ഇവയെല്ലാം ചേർന്നിട്ടാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ആ വ്യക്തി നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഇന്നർ ക്വാളിറ്റീസും ക്യാരക്ടേഴ്സും ഒക്കെ അവരെങ്ങനെയാണ് പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അതായിരിക്കും അവരുടെ പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊരാൾക്കും നല്ലൊരു പേഴ്സണാലിറ്റി ആവണമെന്നൊരു ആഗ്രഹം തീർച്ചയായും ഉണ്ടായിരിക്കും. എങ്ങനെയായിരിക്കാം അത്തരത്തിൽ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നത്? ഇതിന് ഒരുപാടധികം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. നമ്മൾ എവിടെയാണ് ജനിച്ചത്, നമ്മൾ എങ്ങനെയാണ് വളർന്നു വന്നത്, എത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ഇടപഴകുന്നത്, ഇങ്ങനെ ഒത്തിരി അധികം ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. ഇങ്ങനെയാണെങ്കിലും ചില ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് തീർച്ചയായിട്ടും ആളുകളുടെ പേഴ്സണാലിറ്റിയെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള 6 ക്വാളിറ്റീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത്, ബി എ ഗുഡ് ലിസണർ. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് ലിസണിങ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ആരും തന്നെ പഠിപ്പിച്ചു തരികയോ ഒരു സ്കൂളിൽ നിന്ന് നമുക്കിത് പഠിച്ചെടുക്കാനോ ഒന്നും സാധിക്കുകയില്ല. നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട, പഠിച്ചെടുക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ലിസണിങ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി എന്തിനെ പറ്റിയാണ്, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ ലിസൺ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രം അത് മറുപടി അർഹിക്കുന്നതാണെങ്കിൽ മാത്രം അതിന് വ്യക്തമായി മറുപടി നൽകാൻ വേണ്ടി ശ്രമിക്കുക. എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന് എങ്ങനെ റിപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയായിരിക്കാം. എന്നാൽ അതിന് പകരം എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യണം എന്നത് മാത്രം ആലോചിക്കുക. നമ്മൾ ലിസൺ ചെയ്യാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും നമ്മുടെ ബ്രെയിൻ കൂടുതൽ കാം സ്റ്റേറ്റിൽ നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആളുകൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ട് അവരെ ലിസൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഒരുപാടധികം നമ്മളെ സഹായിക്കും. രണ്ടാമത്തേത്, ഓൾവേസ് ഹാവ് ആൻ ഒപ്പീനിയൻ. പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക, സ്വന്തമായൊരു അഭിപ്രായം ഇല്ലാതിരിക്കുക എന്നൊക്കെയുള്ളതാണ് കുറച്ചുകൂടി സേഫ് എന്ന് കരുതുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പേഴ്സണാലിറ്റിയെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. യഥാർത്ഥത്തിൽ എന്തൊരു വിഷയം നമ്മുടെ ചുറ്റിലുമായാലും നമ്മുടെ ജീവിതത്തിലായാലും അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള ആളുകളുടെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് കൃത്യമായൊരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഷെയർ ചെയ്യണം എന്ന് നിർബന്ധമില്ലെങ്കിൽ പോലും കൃത്യമായൊരു ഒപ്പീനിയൻ നമുക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഇല്ല എന്ന കാര്യം നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്.
മൂന്നാമത്തേത് മീറ്റ് ന്യൂ പീപ്പിൾ. നമ്മൾ ലൈഫിൽ ഒരുപാട് അധികം ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ട്, അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്, പലരുമായും സൗഹൃദങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പലരും നമുക്ക് ഒരുപാടധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ചിലർ നമ്മളെ ഒരുപാടധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാടധികം കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമെന്ന് പറയുന്നത് നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അത് നല്ല രീതിയിലായാലും മോശമായ രീതിയിലായാലും നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ വിചാരിച്ചാൽ സാധ്യമാണ്. ഇത്തരത്തിൽ ഒരുപാടധികം ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാനും നമ്മുടെ പേഴ്സണാലിറ്റിയെ വേറെ ലെവലിൽ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധ്യമാണ്. എന്നാൽ എത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ കൈകളിലാണ്. നമ്മുടെ സൗഹൃദങ്ങളിലായാലും നമ്മുടെ ചുറ്റുപാടുകളിലായാലും നമ്മൾ ഇടപഴകുന്ന ആളുകൾ എത്തരത്തിലൊക്കെ നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ സ്വാധീനിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അത്തരത്തിൽ വളരെ ബുദ്ധിപൂർവ്വം നമ്മുടെ ലൈഫിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തേത് ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ലൈഫിൽ പോസിറ്റിവിറ്റി ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ പലപ്പോഴും അത്തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ സ്വന്തമാക്കുക എന്നത് പലപ്പോഴും പലർക്കും സാധ്യമാകണമെന്നില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ് മറ്റൊരാളെ കുറ്റം പറയുക അല്ലെങ്കിൽ അവരെ വളരെയധികം ഡീമോട്ടിവേറ്റ് ചെയ്യുക എന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില മിസ്റ്റേക്സ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാതെ അവരെ വളരെയധികം ഡീമോട്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ ഒക്കെ ചെയ്യാൻ സാധ്യത വളരെയധികമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വളരെ കൺസ്ട്രക്റ്റീവായിട്ട് അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ ചെയ്ത മിസ്റ്റേക്സ് എന്താണെന്ന് കൃത്യമായി കണ്ടെത്തി അവർക്ക് അത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ വളരെ പോസിറ്റീവായും വളരെ കൺസ്ട്രക്റ്റീവായും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുന്നതും വളരെയധികം നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ടിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്തൊരു ചെറിയ കാര്യം കാണുമ്പോഴും നമ്മൾ അതിനെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ടാലൻ്റ് ആയാലും അവരുടെ പെരുമാറ്റമായാലും എന്ത് കാര്യത്തിലും നല്ലത് കണ്ടു കഴിഞ്ഞാൽ അവയെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അവർക്കും നമുക്കും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. അഞ്ചാമത്തേത് മേക്ക് എ ഗുഡ് ഇംപ്രഷൻ. ഇംപ്രഷനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഒരു വ്യക്തിയിൽ ആദ്യമായി ഉണ്ടാക്കുന്ന ഇംപ്രഷനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇത് ശരിയാണെങ്കിൽ കൂടിയും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമല്ല, ആ ഇംപ്രഷന് ശേഷം അതിനെ സസ്റ്റെയിൻ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരു വ്യക്തിയെ ആദ്യമായി മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുക. ഇത് തീർച്ചയായും നല്ലൊരു ഇംപ്രഷൻ നമ്മളെപ്പറ്റി അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നതും നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നല്ല രീതിയിൽ ഗ്രൂം ചെയ്യുക, അതുപോലെ നല്ലൊരു ഡ്രസ്സിങ് സെൻസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നല്ല ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. ആറാമത്തേത് എഡ്യൂക്കേറ്റ് ആൻഡ് തിങ്ക് അലോങ് വിത്ത് ബുക്സ് ആൻഡ് പോഡ്കാസ്റ്റ്സ്. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ ഒന്നും പ്രചാരത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ഏറ്റവും അധികം ആളുകൾ ആശ്രയിച്ചിരുന്നൊരു ഹാബിറ്റായിരുന്നു റീഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലഘട്ടമായതുകൊണ്ട് തന്നെ റീഡിംഗ് പോലുള്ള ഹാബിറ്റ്സ് ഒന്നും ആളുകൾ കൂടുതലായി ചെയ്തു വരുന്നത് കാണുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം നമുക്ക് ബുക്സിൽ നിന്നും പോഡ്കാസ്റ്റിൽ നിന്നുമൊക്കെ ഒരുപാടധികം കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനുമൊക്കെ സാധിക്കുന്നത്. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാടധികം ഓഡിയോ ബുക്സും അതുപോലെ പോഡ്കാസ്റ്റുകളും ഡിജിറ്റൽ എഡിഷൻസും ഒക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും പലരും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ബുക്സിൽ നിന്നും പോഡ്കാസ്റ്റിൽ നിന്നുമൊക്കെ നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന കാര്യം മനസ്സിലാക്കുകയും ആ ശീലങ്ങൾ തീർച്ചയായും വളർത്തിയെടുക്കേണ്ടതും നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഒരുപാടധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഇവയെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയെ അടുത്ത ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധ്യമാണ്. അതുകൊണ്ട് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നത് നമ്മുടെ ലൈഫിനെ തീർച്ചയായിട്ടും ഒരു സക്സസ്ഫുള്ളായ ഒരു പാതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീർച്ചയായും സഹായിക്കുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ടൈം ഫോർ ഗ്രേറ്റ്നസ് എന്ന ആപ്ലിക്കേഷനിലൂടെ മോഡൽസ്, മിനി ഹാബിറ്റ്സ്, 0 to 1 എന്നീ 3 പുസ്തകങ്ങൾ ഒരുമിച്ച് ഒരു കോംബോ ഓഫറാക്കി 72 മണിക്കൂറിലേക്ക് മാത്രം നിങ്ങൾക്ക് 499 രൂപയ്ക്ക് ലഭിക്കും എന്ന്.
ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ കോംബോ ഓഫർ ഉപയോഗിച്ച് ഈ 3 കിഡിലൻ ഓഡിയോ ബുക്സ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുക. താങ്ക്